ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനൽ 13.8 സ്വാഗതം. ഞാൻ ഗൗതമൻ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ബാബർ വന്ന വഴി, എങ്ങനെയാണ് ബാബർ ഇവിടെ എത്തിച്ചേർന്നത്. മുഗളന്മാരിവിടെ ആക്രമിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇത് ആക്രമിച്ചതാണോ അതോ വേറെ വല്ല തരത്തിലും വന്നാണോ ഇവിടെ എന്ന് നോക്കാം. അപ്പം അയൽ രാജ്യത്തോടുള്ള അസഹിഷ്ണുത കൊണ്ട് മറ്റ് പലരെയും വിളിച്ചുകൊണ്ട് വന്ന് ഇവിടെ യുദ്ധം ചെയ്യിച്ച പല ആൾക്കാരും നമുക്കറിയാം, അല്ലേ? BC 4-ാം നൂറ്റാണ്ടിൽ ഭാരതത്തിലെ ഭൈരവനെ തോൽപ്പിക്കാൻ വേണ്ടി അലക്സാണ്ടറെ വിളിച്ചുകൊണ്ട് വന്ന ഒരു ആംബി, ഇല്ല തക്ഷശിലയിലെ ആംബി രാജ ആംബിയെ നമുക്കറിയാം. അദ്ദേഹം അലക്സാണ്ടർക്ക് വേണ്ടി പാലം ഉണ്ടാക്കി അലക്സാണ്ടറെ ഇങ്ങോട്ട് വരുത്തുകയത്. അതിനുശേഷം പിന്നെ അലക്സാണ്ടർ ഇവിടെ നിന്ന് പലതും ആക്രമിച്ചു. അദ്ദേഹം അത്ര പെട്ടെന്ന് പോയില്ല. അപ്പം അത്രയുള്ള ബുദ്ധിമോശം ചെയ്ത പല ആൾക്കാരും നമുക്ക് ഇന്ത്യ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു വിഡ്ഢിത്തം ചെയ്ത ഒരു രാജാവിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. 16-ാം നൂറ്റാണ്ടിൽ ചിറ്റൂർ തലസ്ഥാനമാക്കി, അതായത് ചിറ്റൂർ എന്നത് MP, രാജസ്ഥാൻ, ഗുജറാത്തിൻ്റെ ചില ഭാഗങ്ങളിലെല്ലാം അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന ഒരു രാജാവായിരുന്നു റാണാ സംഗ. മേവാറിലെ റാണ എന്നൊക്കെ അദ്ദേഹത്തെ പറയുന്നത്. അപ്പം വളരെ നാളായി ഈ രാജ്യത്തിൻ്റെ വിസ്തൃതി കൂട്ടണമെന്ന് ചിന്തിച്ച റാണയ്ക്ക് ഇങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു, തൻ്റെ രാജ്യത്തിൻ്റെ വിസ്തൃതി കൂട്ടണമെന്ന്. അന്ന് അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും മനസ്സിലായി. പക്ഷേ അന്ന് ദില്ലി സുൽത്താനേറ്റിൻ്റെ കാലമായിരുന്നു, ലോധി ഭരണകാലമായിരുന്നു. ലോധി വളരെ ശക്തരായ രാജവംശങ്ങളായിരുന്നു. അപ്പോഴത്തേക്കും ഈ ഇബ്രഹാം ലോധി അദ്ദേഹം ദുർബലനായിക്കൊണ്ടിരിക്കുന്ന കാര്യം ഇദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം ദുർബലനായിക്കൊണ്ടിരിക്കുന്ന ആണെങ്കിലും അദ്ദേഹത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ഇദ്ദേഹത്തിന് ധൈര്യമില്ലായിരുന്നു. കാരണം അദ്ദേഹത്തിന് നല്ല ആർട്ടിലറി ഉണ്ടായിരുന്നു. അപ്പം ലോധിയോട് ഏറ്റുമുട്ടാൻ ധൈര്യമില്ലായിരുന്നു ഇദ്ദേഹം. അന്ന് അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്ക് മനസ്സിലായി, അന്ന് ഈ ഹിന്ദുക്കുഷിന് വടക്ക് ഫർഗാന തുടങ്ങിയ സമർഖണ്ഡ്, കാബൂൾ, സിന്ധ്, കണ്ടഹാർ, അഫ്ഗാനിസ്ഥാനൊക്കെ പിടിച്ചടക്കി ഭരിക്കുന്ന ഒരാളുണ്ടായിരുന്നു ബാബർ. അദ്ദേഹത്തിന് ഭയങ്കര ഒരു നല്ല യുദ്ധതന്ത്രജ്ഞനായിരുന്നു, നല്ല ആർട്ടിലറി ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ വിളിച്ച ഒരു പക്ഷേ കാര്യം നടക്കും. അപ്പോൾ അങ്ങനെ ആൾക്കാരെ വിളിച്ച് ഈ മുസ്ലിം ഇതുപോലെ അക്രമകാരികൾ അല്ലെങ്കിൽ രാജാക്കന്മാരെ വിളിച്ചാൽ അവരിവിടെ വന്ന് കാര്യം സാധിച്ചിട്ട് പെട്ടെന്ന് തിരിച്ചു പോലെ ഇവിടെ നിൽക്കുന്ന പരിപാടിയൊന്നുമില്ല എന്നാണ് പുള്ളി ധരിച്ചത്. അങ്ങനെ എന്നാൽ ഇന്ന് അദ്ദേഹത്തെ ഒന്ന് വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞത് ധാരാളം സമ്മാനങ്ങളും വിലപിടിച്ച സമ്മാനങ്ങളൊക്കെ കൊണ്ട് ഇവിടുന്ന് കുറച്ച് ആൾക്കാരെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. ഇതുപോലെ എനിക്കിതുപോലെ ഒരു ആവശ്യമുണ്ട്, താങ്കളിവിടെ വരണം, താങ്കളിവിടെ യുദ്ധം ചെയ്യണം, തോൽപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പം ബാബർ അതിനെക്കുറിച്ച് ധാരാളം എഴുത്തുകുത്തുകളൊക്കെ നടത്തി. അങ്ങനെ എഴുത്തുകുത്തുകളൊക്കെ നടത്തിയത് ശേഷം അവസാനം ഒരു തീരുമാനം എടുത്തു, വരാം, ഞാൻ ഡൽഹിയിൽ നിന്ന് പഞ്ചാബ് വഴി ഡൽഹിയിൽ നിന്ന് വന്ന് ലോധിയെ ആക്രമിക്കും. അപ്പോഴത്തേക്കും നിങ്ങൾ, അതുപോലെ അന്ന് ആഗ്രയും ഭയങ്കര ഒരു കൊമേഴ്സ്യൽ സെൻറ്ററൊക്കെയാണ്. അപ്പം നിങ്ങൾ, അപ്പോൾ ഇയാൾ റാണാ സംഘ് പറഞ്ഞു, ഞാൻ അതേസമയം നിങ്ങൾ ഡൽഹി ആക്രമിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ സൈന്യം കൊണ്ട് ഞാൻ ആഗ്ര ആക്രമിക്കാം. അപ്പോൾ ഡൽഹി ആഗ്രഹങ്ങൾ ഒരുമിച്ച് പിടിക്കണം, എന്നാലേ കാര്യം നടക്കുള്ളൂ. അങ്ങനെ അത് ചെയ്യാമെന്ന് പറഞ്ഞു, സമ്മതിച്ചു. അപ്പോൾ അങ്ങനെ ഒരു എഗ്രിമെൻ്റ് ആയിരുന്നു. ബാബർ പഞ്ചാബ് വഴി വന്ന് ഡൽഹി ആക്രമിക്കുകയും റാണാ സംഘയുടെ സേന അതേസമയം തന്നെ ആഗ്ര ആക്രമിക്കുകയും ചെയ്യുക. അങ്ങനെ ആഗ്രയും ഡൽഹി ഒരുമിച്ച് പിടിച്ചെടുക്കുക, ഇതായിരുന്നു ഒരു ഉദ്ദേശം. പക്ഷേ അതിനുശേഷം ഈ റാണാ സംഘ കാലുമാറി. റാണാ സംഘ അപ്പം വിചാരിച്ചത് ഇതിലാരെങ്കിലും ജയിച്ചാൽ, അതായത് രണ്ടുപേരും ശക്തരായ സേനയാണ്, ബാബറിൻ്റെയും ഇബ്രാഹിം ലോധിയുടെയും, അത്ര മോശമൊന്നുമല്ല. അപ്പം യുദ്ധം കഴിഞ്ഞ ശേഷം ആരെങ്കിലും ജയിച്ചാലും ആദ്യത്തെ അത്രയും ശക്തി കാണില്ല. ജയിച്ചു കഴിയുമ്പോഴത്തേക്കും ധാരാളം ഭടന്മാരും അല്ലെങ്കിൽ സൈന്യങ്ങൾ കുറേ നശിച്ചിട്ടുണ്ടാകും. അപ്പം അങ്ങനെ ജയിച്ചെങ്കിൽ പോലും ആദ്യത്തെ അത്രയും ശക്തി അല്ലെങ്കിൽ ആ സൈന്യത്തിൻ്റെ ബലം അത്രയും കാണില്ല, കുറച്ച് ക്ഷീണിതനായിരിക്കും. അപ്പം ജയിക്കുന്നവരാരെങ്കിലും അവരെ കൊല്ലുക. അത് ഇബ്രഹാം ലോധിയാണ് ജയിക്കുന്നതെങ്കിൽ അപ്പോൾ ഓൾറെഡി ക്ഷീണിതനായിരിക്കുന്ന അദ്ദേഹത്തെ കൊല്ലാം. അപ്പോഴത്തേക്കും രണ്ടുപേരുടെയും ശല്യം തീരും. അപ്പം ഇവയ്ക്ക് കൊടുക്കാമെന്ന് പറയുന്ന സാധനം, അതായത് ബാബർക്ക് കൊടുക്കാം എന്ന് പറയുന്നത് കൊടുക്കുകയും വേണ്ട, ഈ രാജ്യം കിട്ടും, ആ ശല്യം ഒഴിവാകും. ഇനി ബാബറാണ് ജയിക്കുന്നതെങ്കിൽ ബാബറിന് ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വരുന്ന അത്രയും ശക്തി കാണില്ല ജയിച്ചു കഴിയുമ്പോഴത്തേക്കും. കാരണം അദ്ദേഹത്തിൻ്റെ ധാരാളം സൈന്യങ്ങൾ നശിപ്പിച്ച് കാണും. അപ്പോഴത്തേക്കും അങ്ങനെ ക്ഷീണിതനായിരിക്കുന്ന ബാബറെ ആക്രമിച്ചാൽ ഈ ലോധിയുടെ രാജ്യവും കിട്ടും, അതുപോലെ ബാബറിൻ്റെ ശല്യം ഒഴിവാകും. അങ്ങനെ ഈ റാണാ സംഘ് തൻ്റെ സേനയും കൊണ്ട് ഡൽഹിക്കടുത്ത് തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുകയത്. അദ്ദേഹം ഈ ആഗ്ര ആക്രമിക്കാൻ പോയില്ല, ഡൽഹിക്കടുത്ത് തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുകയുണ്ടായത് പുള്ളി, ഈ അവസരം മുതലെടുക്കാൻ വേണ്ടി. അങ്ങനെ നിൽക്കും. ഏതായാലും യുദ്ധം കഴിഞ്ഞു, നല്ല ആർട്ടിലറി ആയിരുന്നു. ഇബ്രഹാം ലോധിയെ തോൽപ്പിച്ചു. യുദ്ധത്തിൽ 1526 യുദ്ധം ഉണ്ടായത്. ആ യുദ്ധത്തിൽ ബാബർ ഇബ്രഹാം ലോധിയെ തോൽപ്പിച്ചു. അതിനുശേഷം ഇതിനെ ആക്രമിക്കാനായിട്ട്, അപ്പോൾ എങ്ങനെയാണ് ബാബർ യുദ്ധം ചെയ്യുന്നത്?
ഏത് തരത്തിലാണ് യുദ്ധം ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ ഈ റാണ സംഘയുടെ ആൾക്കാർ അന്വേഷിച്ചു. ഒക്കെ അപ്പോൾ ഈ ബാബറിൻ്റെ ആ ഡൈനാമിക് വാർഫെയറിനെക്കുറിച്ച് വിവരണം കേട്ട ബാബറെ ആക്രമിക്കാൻ അവന് പോയില്ല. കാരണം അങ്ങോട്ട് അദ്ദേഹം ക്ഷീണിതനാണെങ്കിൽ പോലും അദ്ദേഹം അത് ശരിക്കും അദ്ദേഹത്തിന് മുമ്പേ തോറ്റു പോകുമെന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി. കാരണം അത്തരത്തിലുള്ള യുദ്ധതന്ത്രത്തിനായിരുന്നു ഈ ബാബർ. അതുകൊണ്ട് യുദ്ധത്തിൽ ക്ഷീണിതനായിട്ട് നിൽക്കുകയാണെങ്കിൽ പോലും ബാബറിനെ ആക്രമിക്കാൻ ഇദ്ദേഹത്തിന് ധൈര്യമില്ലായിരുന്നു. അങ്ങനെ ബാബറെ ആക്രമിച്ചില്ല. അതിപ്പോൾ അതിനുശേഷം അപ്പോൾ ഇദ്ദേഹം ആക്രമിക്കാൻ പോകാത്തതുകൊണ്ട് ഇദ്ദേഹം ഈ ആക്രമിക്കാൻ പോകാത്തതുകൊണ്ട് ദേഷ്യം വന്ന് നമ്മുടെ ബാബർ എന്ത് ചെയ്തു, അദ്ദേഹം തന്നെ ഒരു സേനയെ അങ്ങോട്ട് വിട്ട് അവിടെ ആക്രമിക്കുകയും ആഗ്ര പിടിച്ചെടുക്കുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മകനെ അവിടെ ഗവർണറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ റാണ ഇദ്ദേഹത്തെ കാണാൻ പോയി, ധാരാളം ഗിഫ്റ്റൊക്കെ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് പറഞ്ഞു, യുദ്ധത്തിൽ ഞങ്ങളെ സഹായിച്ചതിന് നന്ദി, ഇത് ഗിഫ്റ്റൊക്കെ കൊടുത്തു, ഇനി എന്നാണ് തിരിച്ചു പോകുന്നത്, അപ്പോൾ ബാക്കി ഗിഫ്റ്റ് ഇനിയുണ്ട് ഗിഫ്റ്റ്, ആ ഗിഫ്റ്റ് വീണ്ടും തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ചെന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് ഓൾറെഡി ഈ ചതി മനസ്സിലായി, അല്ലെങ്കിൽ ഇദ്ദേഹം അത്ര ശരിയായിട്ടുള്ള ആളല്ലെന്ന് മനസ്സിലായപ്പോഴത്തേക്കും ബാബർ പറഞ്ഞു, ഞാൻ പോകുന്നില്ലെന്ന്. ഞാൻ ഇവിടെ തന്നെ ഒരു ഡൈനാസ്റ്റി ഉണ്ടാക്കി ഇവിടെ ഭരിക്കാൻ പോകണം, ഞാൻ പോകുന്നില്ലെന്ന്. ഇത് കേട്ടത് ഇദ്ദേഹത്തിന് ദേഷ്യം വന്നു. ദേഷ്യം ഉള്ളിലൊതുക്കി ഇവനെ എങ്ങനെ തട്ടണം എന്നാണ് പുള്ളി ആലോചിച്ചത്. അപ്പോൾ അങ്ങനെയപ്പോഴത്തേക്കും ഇദ്ദേഹം എന്ത് ചെയ്ത്, ഇദ്ദേഹം കുറേ ആൾക്കാരെ സംഘടിപ്പിക്കാൻ തുടങ്ങി. അതായത് ബാബറിനെതിരെ ഇനി യുദ്ധം ചെയ്യണം, ബാബറിനെതിരെ യുദ്ധം ചെയ്യണം. ആ യുദ്ധത്തിൽ ആരെയൊക്കെ സംഘടിപ്പിക്കണം. അപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, അദ്ദേഹം ഈ ബാബറിൻ്റെ ശത്രുക്കളെ അന്വേഷിച്ചു. അപ്പോൾ ഈ അഫ്ഗാനിൽ കുറേ സർദാർമാരുണ്ട്. മുഹമ്മദ് ലോധി, ഈ ലോധിയുടെ തന്നെ മറ്റൊരു അളിയനാണ് മഹമ്മൂദ് ലോധിയുണ്ട്. അതുപോലെ കുറേ രാജാക്കന്മാരുണ്ട്. പിന്നെ റാണയുടെ സൈന്യം. ഇതിനെല്ലാം കൂടി എല്ലാവരും കൂടി ഒരുമിച്ച് ബാബറിനെ ആക്രമിച്ചു. 1527 നടന്ന ആ യുദ്ധം, അതിൻ്റെ ബാറ്റിൽ ഓഫ് കന്മ എന്ന് പറയുന്നത്, ആ യുദ്ധത്തിൽ ബാബർ ഇവരെ എല്ലാവരെയും തോൽപ്പിച്ചു. റാണയ്ക്ക് വെടികൊണ്ടു. റാണ ഒരു വർഷം വെടികൊണ്ട് കിടന്നു. ഒരു വർഷത്തിന് ശേഷം തന്നെ മരിച്ചു. അങ്ങനെ അതോടുകൂടി അപ്പം ഈ റാണ ഇദ്ദേഹം ബാബറിനെ വിളിച്ചുകൊണ്ട് വന്നില്ലായിരുന്നെങ്കിൽ കൂടി അദ്ദേഹത്തിന് രാജ്യം വലിയ രാജ്യമാക്കാമായിരുന്നു. കാരണം ഈ ഇബ്രാഹിം ലോധി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ലോധി ഭരണം അതോടുകൂടി തീരുമായിരുന്നു. അല്ലെങ്കിൽ അന്ന് അശക്തനായ അല്ലെങ്കിൽ ദുർബലനായ ഇബ്രാഹിം ലോധിയെ തോൽപ്പിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ മരണശേഷം അവിടെ പിടിച്ചടക്കാനോ റാണിക്ക് പ്രയാസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ചെയ്യാതെ ഇദ്ദേഹം, അപ്പോൾ പിന്നെ ഈ ബാബറല്ല ആദ്യം ഇവിടെ വരുത്തില്ലായിരുന്നു. അത് ചെയ്യാതെ പെട്ടെന്ന് എടുത്ത തീരുമാനമാണ് ബാബറെ കൊണ്ട് വിളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇപ്പം ഇബ്രാഹിം ലോധി പോയി, എന്തായാലും ബാബറിനെ ഇപ്പം കൈകാര്യം ചെയ്യാൻ പറ്റാതെയായി. അപ്പം അങ്ങനെ വേലിയ എന്ന പാമ്പനെ ഉടുത്തെന്ന് പറഞ്ഞ പോലെ ഒരാവശ്യമില്ലാതെ ബാബറിനെ വിളിച്ചുകൊണ്ട് വരികയോ ചെയ്ത്, അല്ലെങ്കിൽ ബാബറിനെ ഇങ്ങോട്ട് വരത്തില്ലായിരുന്നു, ബാബറിനെ വിളിച്ചുകൊണ്ട് വരികയോ ചെയ്ത് ഈ റാണ സംഘ് അല്ലെങ്കിൽ മേവാറിലെ റാണ അദ്ദേഹത്തിന് ഈ അനുകൂലമായൊരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. അത് മുന്നിൽ കാണാതെ ഒരു വിഡ്ഢിത്തം ചെയ്തതാണ് ഈ ബാബറെ കൊണ്ട് വിളിച്ചുകൊണ്ട് വന്നത്. എന്തായാലും ബാബർ ഇവിടെ 1526 അദ്ദേഹത്തിൻ്റെ മുഗൾ ഭരണം തുടങ്ങി. അപ്പോൾ റാണ സംഘയുമായിട്ട് ഈ നടത്തിയ കത്തിടപാടുകൾ അതെല്ലാം ടർക്കി ബാബരി എന്ന് പറഞ്ഞൊരു വലിയ ബുക്കിനകത്ത് നമുക്ക് കിട്ടും. ഈ റാണ സംഘയും ബാബറുമായിട്ട് നടത്തിയ ഈ കത്തിടപാടുകളെല്ലാം അതിനകത്ത് ക്രോഡീകരിച്ച് എഴുതിയിട്ടുണ്ട്. ടർക്ക് ബാബരി എന്ന് പറഞ്ഞ പുസ്തകത്തിലുണ്ട്, അതിനകത്തെല്ലാം ഉണ്ട്. അപ്പം ഈ ബ്രാഹ്മണ രാമായണം എഴുതുന്നതിന് മുമ്പ് തന്നെ 52 വർഷം മുമ്പ് തന്നെയാണ് ഈ ബാബരി മസ്ജിദിൻ്റെ പണി തുടങ്ങിയത്. രാമായണം അന്ന് എഴുതിയിട്ടില്ല. ബാബർ 1528 ബാബരി മസ്ജിദിൻ്റെ പണി തുടങ്ങുന്നത്. 1528 ബാബരി മസ്ജിദിൻ്റെ പണി തുടങ്ങി. ആ പണി തുടങ്ങിയപ്പോഴത്തേക്കും അന്ന് രാമനില്ല, അല്ലെ ലല്ലയില്ല, അല്ലെങ്കിൽ രാമൻ്റെ ക്ഷേത്രങ്ങളൊന്നുമില്ല. ആ സ്ഥലത്തിൻ്റെ പേര് അയോധ്യ എന്നായിരുന്നു. അയോധ്യ എന്ന് മാറ്റുന്നതിന് മുമ്പ് അത് ലോകപ്രസിദ്ധമായ ഒരു ബുദ്ധിസ്റ്റ് നഗരമായിരുന്നു. അതിൻ്റെ പേര് സാക്കേത്ത് എന്നായിരുന്നു. ആയിരക്കണക്കിന് വിഹാരങ്ങളും മറ്റ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വലിയൊരു നഗരമായിരുന്നു സാക്കേത്ത്. അപ്പം അന്നും ബ്രാഹ്മണർക്ക് വിഗ്രഹ ആരാധന, ക്ഷേത്ര ആചാരങ്ങളൊന്നും തുടങ്ങിയിട്ടില്ലാത്ത കാലത്താണ് സാക്കേത്ത് എന്ന ബുദ്ധനഗരം നിലനിന്നതും അത് പിന്നെ തല്ലി തകർത്തതും. അപ്പം അന്ന് ഈ ആയിരക്കണക്കിന് എവിടെ നോക്കിയാലും നഗരിയിലും ബുദ്ധ വിഹാരങ്ങൾ ഇതൊക്കെയായിരുന്നു. അവിടെയൊക്കെ എന്ത് ചെയ്തു, അവിടെ അഷ്ടബന്ധം, അഷ്ടകോണ്, അഷ്ടദള പത്മം, അഷ്ടദിക്ക് പാലകർ, ഇതെല്ലാം എവിടെ നോക്കിയാലും കാണും. കാരണം ഏത് ബിൽഡിങ്ങിലും ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഈ അഷ്ട എന്ന് പറഞ്ഞ വാക്ക് അത് ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അഷ്ടാംഗമാർഗം, അഷ്ടാംഗഹൃദയം, അഷ്ടബന്ധം, അഷ്ടകോണ്, അഷ്ടദള പത്മം, അഷ്ടദിക്പാലകർ, അഷ്ടഭുജാകരം ടെമ്പിളുകൾ കാഞ്ചിയിൽ അതൊക്കെ അവരുടേതായിരുന്നു. അപ്പം അഷ്ടവിനായക, ഇതൊക്കെ എല്ലാം ഈ കൂട്ടിയുള്ള എല്ലാം തന്നെ ഈ ബുദ്ധമതവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അഷ്ടവിനായക എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാത്, വിനായകൻ എന്ന് പറഞ്ഞാൽ ഗണപതിയുടെ മറ്റൊരു പേരാണെന്ന് നമ്മൾ പറയാതില്ല. ഗണപതി അത് തന്നെ ഒരു അഡ്ജക്റ്റീവാണ്, ഗണത്തിൻ്റെ പതി ഇത്. അപ്പോഴത്തേക്കും ഈ അഷ്ടവിനായക എന്ന് പറഞ്ഞാൽ
അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതാണ്. വിനായകൻ എന്ന് പറഞ്ഞാൽ മോണാസ്റ്റിക് ഡിസിപ്ലിൻ എന്ന് അർത്ഥം വരുന്ന വാക്കാണ് വിനായകൻ. അത് ഇന്ത്യയിലെ അല്ലെങ്കിൽ ഒരു സാംസ്കൃതിക വീടോ ഒന്നുമല്ല, പാലി വാക്ക് പോലും ഇല്ല, അത് ജപ്പാൻ്റെ വാക്കാണ്, ജാപ്പാനീസ് ഭാഷയിലുള്ളതാണ്. 806 സിൻഗോം എന്ന് പറഞ്ഞൊരു സെക്ട് ജപ്പാനിൽ ബുദ്ധിസത്തിൻ്റെ ഒരു സെക്ട് തുടങ്ങുകയും അവർ ഇതുപോലെ മോണാസ്റ്റിക് ഡിസിപ്ലിൻ എന്ന അർത്ഥത്തിലുള്ള ഒരു ബുദ്ധിസ്റ്റ് സെക്റ്റായിരുന്നു. അതുകൊണ്ട് അവർ വിനായക എന്ന ഈ മോണാസ്റ്റിക് ഡിസിപ്ലിൻ എന്ന അർത്ഥം വരുന്ന വിനായക എന്ന പേരാണ് അതിന് കൊടുത്തത്. വിനായക ഒരു ജപ്പാൻ പേരാണ്. അങ്ങനെയാണ് അവരുടെയാണ് അഷ്ടവിനായക അല്ലെ വിനായക ബുദ്ധ. അതാണ് വിനായക ബുദ്ധയാണ്. അതിന് ഗണപതി ഒന്നും ഈ പറയുന്ന ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധമൊന്നുമില്ല. അതാ ഒരു ജാപ്പനീസ് വേർഡാണ്. അപ്പോൾ അങ്ങനെ എവിടെ കുഴിച്ചാൽ ഇതൊക്കെ തന്നെ കിട്ടും. ഈ പറയുന്ന അഷ്ടബന്ധം, അഷ്ടകോണം, അഷ്ടതല പത്മമൊക്കെ കിട്ടും. അപ്പം അവർ ഇത് ഇന്നത്തെ അയോധ്യയിൽ കുഴിച്ചാൽ ഇതൊക്കെ തന്നെ കിട്ടും. ഇന്നും അയോധ്യയിൽ പോയി ഒരു കുഴി എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്തൊരു ബിൽഡിംഗ് പണിയാണെങ്കിൽ ഈ ബുദ്ധവിഹാരത്തിൻ്റെ സാധനങ്ങൾ കിട്ടും. അപ്പോൾ ഇതൊക്കെ കാണിച്ചിട്ടാണ് പറഞ്ഞത് ഇതൊക്കെ ഹിന്ദു ടെമ്പിൾ എന്നൊക്കെ പറഞ്ഞു. അപ്പം ആർക്കിയോളജിക്കൽ സെൻസ് ഇല്ലാത്ത, ചരിത്രപരമായ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആൾക്കാർ ഇത് ആർക്കിയോളജിക്കൽ വന്നിട്ട് അവർക്ക് ഇത് കണ്ടിട്ട് പറഞ്ഞത് ഹിന്ദു ക്ഷേത്രമെന്നാണ്. അതൊന്നുമല്ല, ഇത് ഹിന്ദു ക്ഷേത്രമായിരുന്നില്ല. അല്ലെങ്കിൽ മനഃപൂർവ്വം അവരങ്ങനെ പറയുന്നതാണ്, അല്ലെ പറയിപ്പിക്കുന്നതാണ് ഇത് ഈ ഹിന്ദു ക്ഷേത്രമായിരുന്നെന്ന്. അല്ല, അറിയില്ലാത്തതുകൊണ്ട് ആയിരിക്കുന്നില്ല, മനഃപൂർവ്വം പറയിപ്പിക്കുന്നതായിരിക്കും, തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അപ്പോൾ ഈ മുഗൾ ഭരണം വന്നതുകൊണ്ട് അപ്പം ഈ രാമായണമോ എഴുതുന്നതിന് മുമ്പ്, രാമൻ വരുന്നതിനോ രാമായണമോ ഉണ്ടാകുന്നതിന് മുമ്പാണ് ഈ ബാബരി മസ്ജിദിൻ്റെ പണി തുടങ്ങിയത്. അന്ന് അവിടെ ധാരാളം ബ്രാഹ്മണർ 4 ഭാഗത്തും താമസിക്കുന്നുണ്ടായിരുന്നു. അവരെ കൺമുന്നിലാണ് ഈ പള്ളി പണിതത്. അന്നിരുന്നു അവർക്കൊന്നും യാതൊരു ഒബ്ജക്ഷനൊന്നുമില്ലായിരുന്നു. അതിനുശേഷം ഇക്കാലത്താണ് ഈ ഒബ്ജക്ഷനും അല്ലെങ്കിൽ പുതിയ തിയറിയില്ല അവർ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ മുഗൾ ഭരണം വന്നുകൊണ്ട് ആർക്കാണ് ഏറ്റവും വലിയ ഗുണമുണ്ടായത്? ഏറ്റവും കൂടുതൽ ഗുണമുണ്ടായത് ബ്രാഹ്മണർക്കായിരുന്നു. ബാബരി മസ്ജിദ് പണിയെടുത്തപ്പോൾ രാമനില്ലായിരുന്നു. അതുകൊണ്ട് രാമായണം എഴുതിയ തുളസിദാസ് ദുബൈ അവിടെ ഉൾപ്പെടെയുള്ളവർക്ക് യാതൊരു എതിർപ്പുണ്ടായിരുന്നില്ല. ഈ ബാബരി മസ്ജിദ് പണിയുന്ന സമയത്ത് ഈ തുളസിദാസ് ദുബൈ അല്ലെങ്കിൽ രാമായണം എഴുതിയ തുളസിദാസ് ദുബൈക്ക് 11-12 വയസ്സുള്ള അയാൾ അവിടെയൊക്കെ ഓടിച്ചാടി നടന്ന ആളാണ്. അതുപോലെ അദ്ദേഹത്തിന് ധാരാളം സഹപാഠികളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ തന്നെ കൂട്ടുകാരനായിരുന്നു അക്ബറിൻ്റെ കൊട്ടാരത്തിലെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു. അങ്ങനെയൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവർക്കൊന്നും അന്ന് യാതൊരു കുഴപ്പങ്ങളും ഉണ്ടായിരുന്നില്ല. അന്ന് ഈ മുഗൾ രാജാക്കന്മാരോടും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അവരൊക്കെ അടുത്തായിരുന്നു പെരുമാറിയിരുന്നു, അല്ലെങ്കിൽ യാതൊരു ശത്രുത ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ രാമനെ എവിടെ ജനിപ്പിക്കണം എന്ന് പോലും അന്നൊന്നും ഈ രാമായണത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രാമായണം, മഹാഭാരതം, ഈ 18 പുരാണങ്ങൾ കൃഷ്ണദേവരായരുടെ വിജയനഗർ എംപയറിലെ കൃഷ്ണദേവരായരുടെ കാലത്ത് എഴുതി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതും ഏതാണ്ട് ഈ കാലം 16-ാം നൂറ്റാണ്ടിൽ തന്നെയാണ്. അപ്പോൾ രാമായണം, മഹാഭാരതം, പുരാണങ്ങൾ, ഉപനിഷത്തുകൾ, ഭഗവത്ഗീത, 3 വേദങ്ങൾ ഇതെല്ലാം എഴുതിയത് ഈ മുഗൾ ഭരണകാലത്താണ്. മറ്റേ ഋഗ്വേദം അതിന് മുമ്പ് എഴുതിയായിരുന്നു. 1464 എഴുതി, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മറ്റ് വേദങ്ങളെല്ലാം എഴുതിയത് ഈ മുഗളന്മാരുടെ കാലത്തായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഭവിഷ്യപുരാണം, വ്യാസൻ്റെ ഭവിഷ്യപുരാണത്തെ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ശങ്കരാചാര്യരുടെ മുഗൾ ഗോത്രം എന്ന് പറയുന്നത്. വെറുതെ ഒന്നുമില്ല, വ്യാസൻ തന്നെ നിർവചിക്കുന്നതാണ്. മുഗൾ രാജവംശം എന്ന് പറഞ്ഞാൽ അത് ശങ്കരാചാര്യരുടെ മുഗൾ ഗോത്രം എന്ന് പറഞ്ഞത്, ശങ്കരാചാര്യരുടെ ആദിശങ്കരുടെ മുഗൾ ഗോത്രം എന്ന് പറഞ്ഞത്. കാരണം അത്രയ്ക്ക് അവർക്ക് മുഗളന്മാരെ ഇഷ്ടമായിരുന്നു. അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ ഇവരെക്കുറിച്ചൊക്കെ ധാരാളം പ്രകീർത്തിച്ചുകൊണ്ട് ഈ ഇതിൽ ഭവിഷ്യപുരാണത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അന്ന് അവർ ഈ മുഗളന്മാരെ കണ്ടിരുന്നത്. അപ്പോൾ മുഗൾ ഭരണകൂടം ഹിന്ദുക്കളെ ഉപദ്രവിച്ചിരുന്നു, അല്ലെങ്കിൽ അമ്പലങ്ങൾ തകർത്തു എന്നൊക്കെ പറയുന്നവർക്ക് ഇതൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. അന്ന് അമ്പലങ്ങളൊന്നും ഇല്ലായിരുന്നു. അത് നേരത്തെ തന്നെ പറഞ്ഞു. ക്ഷേത്രങ്ങൾ അന്ന് നിർമ്മിതികളുണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ ജൈന ബുദ്ധ രാജവംശങ്ങളുടെ അവരുടെയൊക്കെ നിർമ്മിതികളായിരുന്നു, വിഹാരങ്ങളായിരുന്നു. അവിടെയൊന്നും ഭഗവാനോ ഭഗവതിയോ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ അതൊക്കെ ഇവർ പണം സൂക്ഷിച്ച് വയ്ക്കാൻ, ഹോർഡ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന സ്ഥലങ്ങളായിരുന്നു. ആ സ്ഥലങ്ങളിൽ നിന്ന് പലരും കൊള്ളയടിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഈ മുഗൾ ഭരണകൂടം അല്ലെങ്കിൽ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ, മുഗൾ ഭരണകൂടം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ, ഇവർ ഇപ്പോൾ പറയുന്നത് 700 വർഷം അവർ ഭരിച്ചിരുന്നു. 800 വർഷം ഒന്നുമില്ല, വളരെ ചെറിയൊരു കാലഘട്ടം, ഒരു 165 വർഷം മാത്രമേ അവർ ഭരിച്ചിരുന്നുള്ളൂ. എന്നാൽ 1526 മുതൽ 1530 വരെ ബാബർ, അദ്ദേഹം പെട്ടെന്ന് മരിച്ചുപോയി. 1530 തൊട്ട് 1540 വരെ ഹുമയൂൺ, 40 മുതൽ 56 വരെയുള്ള ആ സമയത്ത് ഷൂരികളാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഷേർഷാ സൂരി എന്ന് പറഞ്ഞ അവരാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ 16 വർഷം.
ആ 56 മുതൽ 605 വരെ അക്ബർ, 605 മുതൽ 27 വരെ ജഹാംഗീർ, 27 മുതൽ 58 വരെ ഷാജഹാൻ, 58 മുതൽ 77 ഔറംഗസേബ്. അപ്പോൾ 1526 മുതൽ 1707 വരെ ഔറംഗസേബ് വരെ, ബാബർ മുതൽ ഔറംഗസേബ് മുതൽ 6 രാജാക്കന്മാർ ഭരിച്ചു. അത് എത്രയുണ്ട്? അത് 151 വർഷമാണ്. ആ 151 വർഷത്തിൽ 16 വർഷം സൂരികളാണ് ഭരിച്ചത്. സൂരികൾ, ഷേർഷാ സൂരി എന്നൊക്കെ പറഞ്ഞു. അത് കുറച്ച് ബാക്കിയുള്ള 165 വർഷമാണ്. വെറും 165 വർഷമാണ് ഇവർ ഭരണം നടത്തിയിരുന്നത്. ഈ ഔറംഗസേബിന് ശേഷം കുറച്ച് ആൾക്കാർ ഭരിച്ച് അവരെക്കുറിച്ച് ലോകത്ത് ആർക്കെങ്കിലും അറിയത്തുമില്ല, ആരൊക്കെയാണ് ഭരിച്ചത്, അവരുടെ പേര് പോലും ആർക്കും അറിയില്ല. കാരണം അവരൊക്കെ അപ്രസക്തരായിരുന്നു. അവർ 99 വർഷം ഭരിച്ചു. ബ്രിട്ടീഷുകാർ തല്ലി ഓടിക്കുന്നവർ അവർ ഭരിച്ചു. ആ 99 വർഷം ഭരിച്ച രാജാക്കന്മാരുടെ പേര് പോലും ആർക്കും അറിയില്ല. അവർ ഭരിച്ചത് തന്നെ മറ്റു പലരുടെ സഹായത്തോടു കൂടിയാണ്. അപ്പം അത് പേഷ്വാമാരുടെ സഹായത്തോടെ, പേഷ്വാമാരുടെ. അപ്പോൾ അതെങ്ങനെ സംഭവിച്ചു? പേഷ്വാമാരായിരുന്നു, അത് കൊങ്കണസ്ഥ ബ്രാഹ്മണരായിരുന്നു. മറാഠ പേഷ്വാമാരെന്ന് പറഞ്ഞാൽ കൊങ്കണസ്ഥ ബ്രാഹ്മണരായിരുന്നു. അപ്പം ആക്ച്വലി ഇവർ ബ്രാഹ്മണരെ അല്ലെങ്കിൽ മൂളന്മാരെ ബ്രാഹ്മണരെ ഉപദ്രവിച്ചിരുന്നെങ്കിൽ ഈ പേഷ്വാമാർ ഇവരെ സഹായിക്കാൻ പോകും? ഒരിക്കലും പോകത്തില്ല. അപ്പം അങ്ങനെയൊന്നും ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. വെറുതെ കള്ളക്കഥകൾ പറഞ്ഞുണ്ടാക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇവിടെ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ തകർത്തിട്ടുണ്ട്, അല്ലേ? ശരിയാണ്. പക്ഷേ ഇതൊക്കെ ആരാ തകർത്തത്? ഇതൊക്കെ തകർത്തത് മറ്റുള്ളവരാണ്. അതായത് 11-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെ ഈ 2 ബ്ലോക്കുകൾ, ശൈവ ബ്ലോക്കും വൈഷ്ണവ ബ്ലോക്കും തമ്മിൽ ഭയങ്കര മത്സരമായിരുന്നു. അതിൽ ശൈവരെന്ത് ചെയ്തു? അന്ന് അവർ വളരെ പ്രബലമായ പല രാജാക്കന്മാരുണ്ടായിരുന്നു ശൈവ ബ്ലോക്കിൽ. ശിവാജി പോലെയുള്ള ശിവാജി, അതുപോലെ ചോളന്മാർ, ഇതൊക്കെ ശൈവ ബ്ലോക്ക്. അങ്ങനെ ശക്തരായ പ്രബലരായ ധാരാളം രാജവംശങ്ങൾ ഈ ശൈവ ബ്ലോക്കിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. അങ്ങനെ അവർ ധാരാളം കൈവശം പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അതുപോലെ വൈഷ്ണവ ബ്ലോക്കും ധാരാളം വിഹാരങ്ങളും ജൈന പള്ളികളൊക്കെ കൈവശം പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഇവർ മത്സരമായി. ശൈവ ബ്ലോക്കുകൾ വൈഷ്ണവരുടെ കയ്യിലുള്ള അവരെ പിടിച്ചു വെച്ചിരിക്കുന്നതെല്ലാം തകർക്കുകയും അതിനകത്തുനിന്ന് കൊള്ളയടിക്കുകയും തല്ലി തകർക്കുകയും അതിൽ പല വിഗ്രഹങ്ങളും അതുപോലെ പല കൽക്കെട്ടുകളും മണ്ഡപങ്ങളും എല്ലാം കിണറ്റിലെടുത്തിടുകയും കുളത്തിലിടുകയും കടലിന് തീർത്താണ് കടലിലെടുത്തിടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വൈഷ്ണവർ ഈ ശൈവരുടെ കയ്യിലിരിക്കുന്ന ഇതുപോലെ ചെയ്യുന്ന രണ്ടുപേരുടെ ഇതൊന്നും സ്വന്തമൊന്നുമല്ല, ഇത് കൊല്ലവൻ്റെയാണ്. അതുകൊണ്ട് എന്തോ കുഴപ്പം? ഇതെല്ലാം നശിപ്പിച്ചു, കൊള്ളയടിച്ചു, വിഗ്രഹങ്ങളെടുത്ത് കിണറ്റിലിട്ടു, കുളത്തിലിട്ടു, കടലിലിട്ടു, അതുപോലെ തല്ലിപ്പൊട്ടിക്കാന്ന് പൊട്ടിച്ചു. ഇങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് നശിപ്പിക്കുകയാണ് ചെയ്തത്. 1-2 വർഷമൊന്നുമല്ല, ഏതാണ്ട് 700 വർഷം. 11-ാം നൂറ്റാണ്ടിലൊക്കെ ഭയങ്കര കലശലായ അടിയായിരുന്നു. അവർ രണ്ടുപേരും കൂടെ കണ്ടാൽ തലവെട്ടുമായിരുന്നു. അങ്ങനെ 11-ാം നൂറ്റാണ്ട് 18-ാം നൂറ്റാണ്ട് വരെ ഈ ശൈവരും വൈഷ്ണവരും ഇന്ത്യയിലൊട്ടാകെ നടത്തിയ ഈ പിടിച്ചുപറിയും തല്ലിപ്പൊട്ടിക്കലും അല്ലെങ്കിൽ വണ്ടാലിസമാണ് ഈ അമ്പലങ്ങൾ മുഴുവൻ തകർന്നത്. അല്ല മറ്റാരുമല്ല. അതൊക്കെ ഇന്ന് 18-ാം നൂറ്റാണ്ടിന് അവസാനമായപ്പോഴത്തേക്കും തഞ്ചാവൂരിൽ നടന്ന വലിയ ഒരു സമ്മേളനത്തിൽ വെച്ച് ഇവർ രണ്ടും ഒന്നിച്ചാകുക. അങ്ങനെ ഇവർ രണ്ടും കൂടെ പിന്നെ ഇവർ ഹിന്ദു ആകുക. അങ്ങനെ ഹിന്ദു ആയപ്പോഴത്തേക്കും പഴയ കാര്യമെല്ലാം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്നത് നല്ലതല്ലാത്തതുകൊണ്ട് അവർ ഈ തകർന്ന അമ്പലങ്ങളെല്ലാം കണ്ട് അതെല്ലാം വേറെ വല്ലവൻ്റെ തലയിൽ കെട്ടിവെക്കുക ചെയ്യുന്നത്. തകർത്ത അവരൊക്കെ തന്നെയാണ്. അത് വേറെ വല്ലിൻ്റെ അത്ര ഒരു സംസ്കാരം നമ്മൾ പിന്നെ ഇപ്പോൾ കാണുന്നത്. അപ്പം മത്സരിച്ച് തല്ലി തകർക്കുകയും കൊള്ളയടിച്ച് കുളത്തിലെറിയുക, തീ ഇട്ട് കിണറ്റിലൊക്കെ ചെയ്ത് അതിനകത്ത് മുൻപിൽ നിന്ന് ആൾക്കാരെ അറിയിക്കായിരുന്നു. പല്ലവന്മാരുണ്ടായിരുന്നു, പ്രതിഹരാസ് ഉണ്ടായിരുന്നു, ചാണ്ടേല, ചോള, രാഷ്ട്രകൂടാസ, ഗൗഡ, പാണ്ഡ്യ, മറാഠ, വിജയനഗർ, കപിലേന്ദ്ര, ഇവരൊക്കെ ക്ഷേത്രം നശിപ്പിക്കാൻ മുന്നിൽ നിന്ന ആൾക്കാരാണ്. ഇതിലാരും ഇസ്ലാം മുസ്ലിം അങ്ങനെ ആരും ഇല്ലായിരുന്നു. ഇവരൊക്കെ തന്നെ അതിലുണ്ടായിരുന്നു. അപ്പം ഇവരൊക്കെ ക്ഷേത്രങ്ങൾ തകർക്കും മുന്നിലുണ്ടായിരുന്നു. ചെറുതും വലുതുമായ ആയിരക്കണക്കിന് ഉണ്ടായിരുന്നു. എന്നാൽ ക്ഷേത്രങ്ങളുടെ അതിനേക്കാൾ പ്രധാനമായിട്ട് മറ്റു പലതും നടന്നു. ആയിരക്കണക്കിന് ലേണിംഗ് സെൻ്ററുകൾ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികൾ, ചെറുതും വലുതുമായിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ, വലിയ യൂണിവേഴ്സിറ്റികൾ 10 ചെറിയ സെക്കൻഡ് ഗ്രേഡ് യൂണിവേഴ്സിറ്റികൾ 70 എണ്ണം, അതുകൂടെ പിന്നെ ധാരാളം മറ്റ് ലേണിംഗ് സെൻ്ററുകൾ ധാരാളം, അതൊക്കെ എല്ലാം കൂടെ കൂട്ടി ആയിരക്കണക്കിനുണ്ട് ഇന്ത്യയിൽ. ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റിൽ ആയിരക്കണക്കിന് ലേണിംഗ് സെൻ്ററുകൾ. അത് നശിപ്പിച്ചതിനെക്കുറിച്ച് ആരും ഒന്നും പറയുന്നില്ല. ഈ അമ്പലം നശിപ്പിച്ച കാര്യം മാത്രം, അതൊന്നും അമ്പലം പോലും ആയിരുന്നില്ല. അതൊക്കെ വെറും കള്ളപ്പണം സൂക്ഷിച്ച് വെച്ചിരുന്ന ഹോർഡ് ചെയ്തിരുന്ന സ്ഥലങ്ങളായിരുന്നു. അത് കൊള്ളയടിച്ചതും അതിലെ തകർത്തു അതിനെക്കുറിച്ചാണ് വിലപിക്കുന്നത്. എന്നാൽ ആയിരക്കണക്കിന് ലേണിംഗ് സെൻറ്റർ തകർത്തിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. അതൊക്കെ ആരാ തകർത്തത്? അതും രണ്ടുപേരും കൂടിയാണ് തകർത്തത്. അതിനകത്തും ശൈവരും ഉണ്ടായിരുന്നു, വൈഷ്ണവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും ഇപ്പോൾ ഹിന്ദു ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അന്യോന്യം കുറ്റം പറയാൻ ബുദ്ധിമുട്ടായപ്പോൾ അതെല്ലാം മറ്റുള്ളവരുടെ തലയിൽ വെച്ച് കെട്ടുക ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സംസ്കാരം. ശൈവരും വൈഷ്ണവരും 600-700 വർഷം കൊണ്ട് ഇവിടെ തല്ലി തകർത്തെല്ലാം മറ്റുള്ളവരെ തല്ലി വെച്ച് കിട്ടി. അവർ ഇപ്പം രണ്ടും ഒന്നായി, അല്ലെങ്കിൽ അവർ രണ്ടും ഇപ്പോൾ ഹിന്ദു ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ചെയ്ത കുറ്റങ്ങളും അവർ ചെയ്ത വണ്ടാലിസം മൂലം മറ്റുള്ളവരെ തല്ലി വെച്ച് കിട്ടി ഒരു പുതിയ സംസ്കാരം ഉണ്ടാക്കുക. ആ സംസ്കാരമാണ് ഇന്നിപ്പം നമ്മൾ കാണുന്നത്. അപ്പം ഇതാണ് ഇവിടുത്തെ ഈ ക്ഷേത്ര നഗരികളും ക്ഷേത്രങ്ങളെല്ലാം നശിപ്പിക്കപ്പെടുന്നതിൻ്റെ പിന്നിലുള്ള സത്യം ഇതാണ്. ഈ ശൈവ വൈഷ്ണവ സംഘർഷങ്ങളായിരുന്നു. അതിൽ മറ്റുള്ളവർക്ക് ആർക്കും ഇതില്ല. അതുപോലെ വെറും 165 വർഷം മാത്രം ഭരണം നടത്തിയിരുന്ന
ഈ ഇത് മുഗളന്മാർ ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ നശിപ്പിച്ചു, അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞത് പുതിയ ചരിത്രം എഴുതുന്നതൊക്കെ അതൊക്കെ തികച്ചും ചരിത്രപരമായിട്ടുള്ള അസംബന്ധമാണ്. ഇത്രയൊക്കെയാണ് ഈ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി മറ്റൊരു വിഷയമായി എഴുതുന്നതാണ്.